പക്ഷേ സമീപകാലത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച 1989 വരെ കോൺഗ്രസിൻ്റെ ഒരു തട്ടകമായിരുന്നു. 67ലും 77ലും കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും 2 തവണയും കോൺഗ്രസ് തിരിച്ചു വന്നു. പക്ഷേ 89ൽ പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസിൻ്റെ ശക്തി ഭയാനകമായിട്ട് ക്ഷയിച്ചു. കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഏതാണ്ട് നിസ്തേജമായി പോയി എന്നുള്ളൊരു സത്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ വളക്കൂറുള്ളൊരു പ്രദേശമായിരുന്നു ബീഹാർ. അതുകൊണ്ടാണ് ഈ കർപ്പൂരി ഠാക്കൂറിനെ പോലുള്ള ആളുകൾ വന്ന്, ജയപ്രകാശ് നാരായണൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോർജ് ഫെർണാണ്ടസ് അടക്കമുള്ള ആളുകൾ അവിടെ പ്രവർത്തിച്ച് തെളിഞ്ഞു വന്നതിൻ്റെ കാരണം സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് ശക്തമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വിവിധ ജാതി സംഘടനകളായിട്ട്, ജാതി പാർട്ടികളായിട്ട് തിരിഞ്ഞു. ഇപ്പോൾ യാദവന്മാരുടെ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ജനതാദളാണ്, ലാലുവിൻ്റെ പാർട്ടി. മുസ്ലിങ്ങളുടെ പിന്തുണയും ആ പാർട്ടിക്കാണ്. കുറുമികൾ അടക്കമുള്ള മറ്റ് OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പാർട്ടി മുമ്പ് സമതാ പാർട്ടിയായിരുന്നു, പിന്നെ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് എന്നാക്കിയിട്ടുണ്ട്. സാധനമൊക്കെ ഒന്ന് തന്നെ. പിന്നെ പട്ടിക സമുദായക്കാരുടെ പാർട്ടി LJP ആണ്, ലോക് ജനശക്തി പാർട്ടി. അത് രാംവിലാസ് പാസ്വാൻ നയിച്ചിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ അതിൻ്റെ പിളർപ്പും പിന്നിപ്പോക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും. അതുപോലെ മഹാദളിതരുടെ പാർട്ടിയുണ്ട്. ആ പാർട്ടിയെ നയിക്കുന്ന ആളാണ് നമ്മുടെ ജിതൻ റാം മാഞ്ചി, കേന്ദ്രമന്ത്രി. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരും ഇത് വിവിധ പാർട്ടികൾ, ഈ പാർട്ടികൾ ഓരോന്നും ഓരോ വ്യത്യസ്ത ജാതി സമുദായങ്ങളെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ഭൂരിപക്ഷ സവർണ വിഭാഗങ്ങളെ പ്രതികരിക്കുന്ന പാർട്ടിയാണ് BJP. ഭൂമിഹാർമാർ, ബ്രാഹ്മണർ, കായസ്ഥർ, രജപുത്രർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ BJP ആണ്. BJPയിൽ മറ്റ് പാർട്ടിക്കാരും മറ്റ് സമുദായക്കാരും ഉണ്ട്, പട്ടികജാതിക്കാരുണ്ട്, പട്ടികവർഗ്ഗക്കാരുണ്ട്, OBCക്കാരുണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അടിസ്ഥാനപരമായിട്ട് സവർണരെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയാണ് ബീഹാറിൽ. അപ്പോൾ ഇങ്ങനെ ജാതീയമായിട്ട് വിഭജിക്കപ്പെട്ടു. അതുകൊണ്ട് പിന്നെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബേസ് തകർന്നുപോയി, ഛിന്ന ഭിന്നമായി പോയി. കോൺഗ്രസ് പൊളിറ്റിക്കൽ പിക്ചറിൽ ഇല്ലണ്ടായി. ഇത് തന്നെയാണ് ഒരു കാലത്ത് പ്രബലമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ചത്. അവരുടെ ബേസും നഷ്ടപ്പെട്ടു. ജാതി മതാടിസ്ഥാനത്തിൽ ആളുകൾ സംഘടിക്കാൻ തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഈ സൈദ്ധാന്തികമായ ഒരു പശ്ചാത്തലമുള്ള പാർട്ടികൾക്കും വലിയ പ്രസക്തിയിലുണ്ടായി. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വേണം നമ്മൾ ഈ വിഷയത്തെ അഭിമുഖീകരിക്കാനായിട്ട്.